സംസ്ഥാനത്ത് രണ്ടിടങ്ങളിലാണ് പ്രധാനമായിട്ടും റെയ്ഡ് നടക്കുന്നത്. അതേപോലെ തന്നെ സംസ്ഥാന വ്യാപകമായി 12 ഇടങ്ങളിലോളം റെയ്ഡ് നടത്തുന്നുണ്ട്. ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. നമസ്കാരം. പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായിട്ട് 12 ഇടങ്ങളിൽ ഇപ്പോൾ ED റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മളിപ്പോൾ ഉള്ളത് സായി ഗ്രാമത്തിന് മുമ്പിലാണ്. തിരുവനന്തപുരത്ത് ഈ കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള ആനന്ദകുമാറുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനത്തിൻ്റെ മുന്നിലാണുള്ളത്. ഇവിടെ 2 സംഘങ്ങളാണ് റെയ്ഡിനായിട്ട് എത്തിയിരിക്കുന്നത്. ഈ സായി ഗ്രാമത്തോട് തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീടുമുള്ളത്. ആ വീടിലും അതുപോലെ തന്നെ ഈ ഓഫീസിലുമാണ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓഫീസിൽ 5 അംഗമുള്ള ഒരു സംഘവും അതുപോലെ തന്നെ വീട്ടിൽ 5 അംഗമുള്ള മറ്റൊരു സംഘവുമാണ് എത്തിയിരിക്കുന്നത്. അനന്തകുമാറിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ റെയ്ഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാൻ ഇരിക്കവെയാണ് ഈ EDയുടെ റെയ്ഡ്. അതുപോലെ തന്നെ സംസ്ഥാന വ്യാപകമായിട്ട് 12 സ്ഥലങ്ങളിൽ റെയ്ഡ് നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് 2 സ്ഥലത്താണ് റെയ്ഡ് നടക്കുന്നത്. സംസ്ഥാനത്ത് 12 ഇടങ്ങളിൽ മുഴുവനായി റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൊച്ചിയിലെ ലാലി വിൻസെന്റിന്റെ വീട്ടിലും ആനന്ദകുമാറിന്റെ ശാസ്തമംഗലത്തെ ഓഫീസിലുമാണ് ED ശക്തമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നത് എന്നതാണ് വിവരം. തോന്നയ്ക്കൽ സായി ഗ്രാമത്തിലും അനന്തകൃഷ്ണന്റെ ഇടുക്കിയിലെ കോപ്രാളയിലെ ഓഫീസിലും പരിശോധനകൾ നടന്നുവരികയാണ്. കോപ്രാളയിലെ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു പാതിവില തട്ടിപ്പ് നടന്നതെന്നാണ് വിവരം. അതേസമയം പാതിവില തട്ടിപ്പിലെ പ്രതി അനന്തകൃഷ്ണന്റെ സ്ഥാപനത്തിലും ക്രൈംബ്രാഞ്ച് SP-യുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. ആനന്ദകുമാറിന് ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യം തന്നെയുണ്ട്. ഇദ്ദേഹത്തിന് മാസം തോറും ഒരു പണം നൽകിയിട്ടുണ്ട് എന്നതാണ് വിവരം. ഏകദേശം 2 കോടിയോളം രൂപ ഈ ആനന്ദകുമാറിന് അനന്തു നൽകിയിട്ടുണ്ട് എന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇവിടെ ED റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഏകദേശം 11 അക്കൗണ്ടുകളിലേക്കായിട്ട് അനന്തുവിന് 548 കോടിയോളം രൂപ എത്തിയിട്ടുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് മൂവാറ്റുപുഴ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയിട്ടുള്ള അപേക്ഷയിലാണ് ക്രൈംബ്രാഞ്ച് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തൊട്ടാകെ 20,163 പേരിൽ നിന്നാണ് ഇത്തരത്തിൽ പണം തട്ടിയെടുത്തിരിക്കുന്നത്. 60,000 രൂപ വീതം 4,025 പേരിൽ നിന്നും 56,000 രൂപ വീതം പ്രതി പലരിൽ നിന്നും തട്ടിയെടുത്തതായിട്ടാണ് വിവരങ്ങൾ. 143.5 കോടിയോളം രൂപ ഇത്തരത്തിൽ എത്തിയിട്ടുണ്ട് എന്ന കസ്റ്റഡി അപേക്ഷയിൽ ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അനന്തവുമായി ബന്ധപ്പെട്ട് ആനന്ദകുമാർ ഒരുപാട് ഡീലിങ്സ് നടത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇവിടെ ED റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 7 മണിയോടെയാണ് ഇവിടെ ED റെയ്ഡ് ആരംഭിച്ചത്. തിരുവനന്തപുരം ശാസ്തമംഗലത്ത് സായി ഗ്രാമം ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ വീട് ഉൾപ്പെടെയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ ഉണ്ട് എന്നാണ് വിവരം. 2 അംഗ സംഘങ്ങളാണ് ഈ അന്വേഷണത്തിനായി ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 5 അംഗ സംഘമാണ് ഒരു സംഘത്തിലുള്ളത്. അത്തരത്തിൽ സംസ്ഥാനത്ത് 2 ഇടങ്ങളിലാണ് പ്രധാനമായിട്ടും റെയ്ഡ് നടക്കുന്നത്. അതേപോലെ തന്നെ സംസ്ഥാന വ്യാപകമായി 12 ഇടങ്ങളിലോളം റെയ്ഡ് നടത്തുന്നുണ്ട്. ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. സാധനങ്ങൾ പാതി വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായവരുടെ സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ടാണ് ഇവർ തട്ടിപ്പ് നടത്തിയതെന്നത് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. സ്കൂട്ടർ, അതുപോലെയുള്ള സ്റ്റിച്ചിങ് മെഷീൻ പോലുള്ള സാധനങ്ങളൊക്കെ പകുതി വിലയ്ക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് തട്ടിപ്പ് നടത്തിയത്. ഇതിൻ്റെ പേരിൽ ഏകദേശം 62,000 രൂപ ഒരാളിൽ നിന്ന് ഈടാക്കുന്ന തരത്തിലാണ് തട്ടിപ്പ് നടന്നത്. പലർക്കും സാധനങ്ങൾ നൽകി വന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തട്ടിപ്പിൽ പലരും ഇഴയായതെന്ന് പറയേണ്ടിയിരിക്കുന്നു. പലർക്കും സാധനങ്ങൾ ലഭിച്ചതുകൊണ്ട് തന്നെ ഇതൊരു തട്ടിപ്പല്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. അങ്ങനെയാണ് പലരും വീണ്ടും ഈ തട്ടിപ്പിലേക്ക് വരുന്നത്. ആദ്യം കുറച്ച് ആളുകൾക്ക് സാധനങ്ങൾ നൽകി ഇത് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ന് മനസ്സിലാക്കി ആയിരുന്നു ഇങ്ങനെയൊരു തട്ടിപ്പ് നടന്നത്. ഇതിൻ്റെ പിന്നിൽ ആനന്ദകുമാർ ഉൾപ്പെടെ നിരവധി പേരാണ് ഉള്ളത്. ആനന്ദകുമാറാണ് 2ാമത്തെ പ്രതി, അനന്തു 1-ാം പ്രതിയാണ്. ഇതിൽ ആനന്ദകുമാറിൻ്റെ വീടിന് മുന്നിലാണ് നമ്മളിപ്പോഴുള്ളത്. അദ്ദേഹത്തിൻ്റെ വീടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സായി ഗ്രാമം കേരള എന്ന സ്ഥാപനവുമാണ് ഇപ്പോൾ ED പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്.